നമസ്കാരം. വി ദക്ഷിണാമൂർത്തിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈണം നൽകിയിട്ടുള്ള ഗാനങ്ങൾ തലമുറകൾക്ക് ശേഷവും ആസ്വാദക മനസ്സുകളിൽ പാട്ടിന്റെ പാലാഴി തീർക്കുന്നവയാണ്. ശുദ്ധ സംഗീതത്തിന്റെയും ജനപ്രിയ സിനിമാ സംഗീതത്തിന്റെയും മണ്ഡലങ്ങളിൽ ഒരുപോലെ മൗലികത പുലർത്തിയ ഈ സംഗീതജ്ഞന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ടി ബാലകൃഷ്ണൻ തയ്യാറാക്കിയ സംഗീത രാജാങ്കണത്തിൽ എന്ന പുസ്തകം. ഇതിലെ ഹൃദയസരസിലെ പ്രണയപുഷ്പമേ എന്ന അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം ദക്ഷിണാമൂർത്തിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ഓരോ വാക്കിന്റെയും അർത്ഥം സ്വരഭാവങ്ങളിലൂടെ വ്യഞ്ജിക്കുമ്പോഴാണ് ഗാനം മനസ്സിനെ സ്പർശിക്കുക. അതുപോലെ ഓരോ രാഗത്തിൽ ഒന്നിനോടൊന്ന് സാമ്യം തോന്നാത്ത തരത്തിൽ ഒന്നിലധികം ഈണങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. അത്തരത്തിൽ നിരവധി ഈണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഈണം മറ്റൊന്നിന്റെ മാറ്റൊലിയാണെന്ന് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത വിധം തനിമ നിലനിർത്താൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൃദയസരസിലെ പ്രണയപുഷ്പമേ, സ്വപ്നസുന്ദരി നീയൊരിക്കലൻ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, ഏകാന്ത ജീവനിൽ ചിറകുമുളച്ചു, സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം എന്നീ പാട്ടുകളുടെ എല്ലാം രാഗമൊന്നാണ്. അതുപോലെ ശ്രീകുമാരൻ തമ്പിയുടെ 4 പാട്ടുകൾ ഖരഹരപ്രിയ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. എന്നാൽ അവയുടെ ഈണങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാകുന്നു. അവയെല്ലാം ഹിറ്റുകളുമായിട്ടുണ്ട്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ, മനോഹരി നിൻ മനോരഥത്തിൽ, കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ, ദേവവാഹിനി തീരഭൂമിയിൽ എന്നിവയാണ് ആ ഗാനങ്ങൾ. സംഗീതോപകരണങ്ങളിലൊന്നും ഞാൻ വൈദഗ്ധ്യം നേടിയിട്ടില്ല. ഹാർമോണിയം പോലും നല്ലപോലെ വായിക്കാൻ അറിയില്ല. കണ്ഠനാളമാണ് എൻ്റെ ശ്രുതിപ്പെട്ടി. സ്വരസ്ഥാനങ്ങൾ തെറ്റിക്കാത്ത ശ്രുതിശുദ്ധിയുള്ള ഹാർമോണിയം. ആദ്യ ചിത്രമായ നല്ലതങ്കയിലെ അമ്മതൻ പ്രേമ സൗഭാഗ്യത്തിടമ്പേ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് മുതൽ ഇന്നേ വരെ കണ്ഠനാളം തന്നെ എനിക്ക് സർവസ്വം. അതിനാൽ കൂടുതൽ ഉപകരണങ്ങൾ പാട്ടിനകമ്പടി സേവിക്കുന്നത് എനിക്കിഷ്ടമല്ല. മേളത്തേക്കാൾ താളവും ഈണവുമാണ് പാട്ടിനെ ആസ്വാദ്യമാക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഉപകരണങ്ങളുടെ ആധിക്യം സംഗീതത്തെ നശിപ്പിക്കുകയേ ഉള്ളൂ. തബലയും ഹാർമോണിയവും മൃദംഗവും വയലിനുമൊക്കെ ആവാം. ഇവയൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ. ഇന്ന് ധാരാളം ഇലക്ട്രോണിക് സംഗീത ഉപകരണങ്ങളുണ്ട്. അവയെ ഉപയോഗപ്പെടുത്താൻ എനിക്കറിയില്ല. ഏറ്റവും വലിയ മ്യൂസിക്കൽ ഹിറ്റുകളിലൊന്നായി ആസ്വാദകർ വിശേഷിപ്പിക്കുന്ന കാവ്യമേളയിൽ വെറും 6 പേരടങ്ങിയ ഓർക്കസ്ട്രയാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതേ ട്യൂൺ ഇന്നുപയോഗിച്ചാലും ഹിറ്റാകുമെന്ന് ഉറപ്പുണ്ട്. ഒരു പിയാനോയും പുല്ലാങ്കുഴലും ഒരു ഡബിൾ ബേസും ഉപയോഗിച്ച് സംഗീതം പകർന്ന കുങ്കുമച്ചാറുമണിഞ്ഞു പുലർകാല മങ്ക വരുന്നല്ലോ എന്ന ഗാനവും ഒരു പിയാനോ മാത്രം വെച്ച് ചെയ്ത മാനം തെളിഞ്ഞു മഴക്കാറ് മാഞ്ഞു എന്ന ഗാനവും ഹിറ്റുകളായിട്ടുണ്ട്. പലതവണ റിഹേഴ്സൽ നടത്തിയ ശേഷമാണ് പാടുക. ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, സിനിമാ സംവിധായകൻ എന്നിവരെല്ലാം റിഹേഴ്സൽ വേളയിലുണ്ടാകും. വരികൾ നീട്ടേണ്ടിടത്ത് നീട്ടിയും കുറുക്കേണ്ടിടത്ത് കുറുക്കിയും ചിട്ടപ്പെടുത്തും. അക്ഷരസ്ഫുടത ഉറപ്പുവരുത്തും. ചായ കൊണ്ടുവരുന്ന പയ്യന്റെ മുഖഭാവം പോലും റിഹേഴ്സൽ വേളയിൽ സംഗീത സംവിധായകൻ ശ്രദ്ധിക്കുന്നു. ആ മുഖം ഒരു കണ്ണാടിയാണ്. പാട്ടിന്റെ മികവും പാളിച്ചകളും അവിടെ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഒരളവുകോലുമാണ് അത്തരം മുഖഭാവങ്ങൾ. മനോധർമ്മവും സംഗീത സംവിധാനത്തിൽ സ്വീകരിക്കാറുണ്ട്. ഈ നിഷ്കർഷ കൊണ്ടെല്ലാം ആകണം പഴയ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. സംഗീതത്തിലെ രാജഭരണകാലമായിരുന്നു അത്. സംഗീതത്തിലെ ജനാധിപത്യ കാലമായപ്പോൾ ചിലതെല്ലാം ചോർന്നുപോയി. പുതുതായി ചിലതെല്ലാം വന്നു ചേരുകയും ചെയ്തു. അത് ആസ്വാദനത്തിന് അഭിരുചി ഉണ്ടാക്കുന്നുണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. പഴയത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ സന്തോഷം. പഴയ സിനിമകളിൽ കഥയും ജീവിതവും മാനുഷിക മൂല്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ഗാനങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. നല്ല ബിംബങ്ങളും കൽപ്പനകളും ഉണ്ടായിരുന്നു അവയിൽ. ഗാനത്തിലെ ഒരു വാക്കുപോലും സംഗീത സംവിധാനത്തിനു വേണ്ടി മാറ്റാൻ പറയേണ്ടി വന്നിട്ടില്ല.
പഴയ പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ പാട്ടുകൾ. സിനിമയിലെ ചിത്രീകരണവും ഏറെ മാറിയിരിക്കുന്നു. പ്രണയത്തിന്റെ അർത്ഥവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു തുടങ്ങിയ ഈ കാലത്ത് ഹൃദയവികാരങ്ങൾ വെള്ളിത്തിരയിൽ പ്രതിഫലിപ്പിക്കുന്നതും വിഭിന്നങ്ങളായ രീതികളിലൂടെയാണ്. സിനിമയിൽ വഞ്ചനയും ചതിയും പ്രണയത്തിന്റെ പര്യായമായി മാറുമ്പോൾ ഗാനങ്ങൾക്ക് അർത്ഥവും രാഗസൗന്ദര്യവും എന്തിനാണ്? വികലമായ രംഗചിത്രീകരണങ്ങളും അതിനൊപ്പിച്ച് ട്യൂണുണ്ടാക്കി ചമച്ചുവിടുന്ന ഗാനങ്ങളുമൊക്കെ കൃത്രിമങ്ങളായി അനുഭവപ്പെടുന്നു. കഥയ്ക്കും സന്ദർഭത്തിനും അനുസരിച്ച് രചിക്കപ്പെടണം പാട്ടുകൾ. സന്ദർഭത്തിന് ഇണങ്ങുന്ന ഈണങ്ങൾ കൊണ്ട് അവയെ ഭാവതരളിതമാക്കുകയും വേണം. അപ്പോൾ മാത്രമേ അവ പാടിക്കേൾക്കാൻ രസമുണ്ടാവുകയുള്ളൂ. അത്തരം പാട്ടുകൾ ആസ്വാദക മനസ്സിനെ തൊട്ടുണർത്തുകയും ചെയ്യും. നിർഭാഗ്യമെന്ന് പറയട്ടെ, സിനിമാ പ്രവർത്തകരെല്ലാം ട്രെൻഡിന് പിന്നാലെ പോകുന്ന സാഹചര്യമാണ് ഇന്നത്തേത്.